പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ട സാമ്പത്തിക ഇടപാടുകളുടെ പരിധിയിൽ സർക്കാർ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും ഈ മാറ്റങ്ങൾ എങ്ങനെ ഗുണകരമാകും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നടപടിക്രമങ്ങൾ ലളിതമാക്കുക എന്നതാണ് പുതിയ പരിഷ്കാരങ്ങളുടെ പ്രധാനമായുള്ള ലക്ഷ്യം. നിലവിലുള്ള 511 ചട്ടങ്ങൾ 333 കുറച്ചിട്ടുണ്ട്. അതുപോലെ 399 ആദായ നികുതി ഫോമുകൾ വെറും 190 എണ്ണമായിട്ട് ചുരുങ്ങുന്നുമുണ്ട്. ഇത് നികുതിദായകർക്ക് വലിയ ആശ്വാസമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി നിങ്ങളൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മുതൽ 5 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ മാത്രമേ പാൻ കാർഡ് വിവരങ്ങൾ നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ളൂ. ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ഒഴിവാക്കപ്പെട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളെയും ഈ 5 ലക്ഷം രൂപ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വലിയ വിലയുള്ള ആഡംബര ബൈക്കുകൾ വാങ്ങുമ്പോഴും ഇനി നിങ്ങൾ പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. എന്നാൽ കൃഷിക്കാർക്ക് സന്തോഷിക്കാം, ട്രാക്ടറുകളെ ഈ നിബന്ധനയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. വസ്തു ഇടപാടുകളിലും മാറ്റങ്ങൾ വരുന്നു. വസ്തു വാങ്ങാനോ വിൽക്കാനോ പാൻ നിർബന്ധമാക്കിയിട്ടുള്ള പരിധി ഇതുവരെ 10 ലക്ഷമായിരുന്നു. ഇനിയിപ്പോൾ അത് 20 ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട്. ബാങ്കിംഗ് ഇടപാടുകളിലും വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. നിലവിൽ ഒരു ദിവസം 50,000 രൂപയിൽ കൂടുതൽ നിക്ഷേപിച്ചാൽ നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ് വേണമായിരുന്നു. എന്നാൽ ഇനി മുതൽ വാർഷിക പരിധിയാണ് കണക്കാക്കുക. ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ നിക്ഷേപം 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആയാൽ മാത്രം പാൻ വിവരങ്ങൾ ഇനി മുതൽ നിങ്ങൾ നൽകിയാൽ മതിയാകും. പണം പിൻവലിക്കുന്ന കാര്യത്തിലും ഇതേ 10 ലക്ഷം രൂപയുടെ വാർഷിക പരിധിയാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആഡംബര ഹോട്ടലുകളിലും ആഘോഷങ്ങൾക്കും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പേയ്മെന്റ് നടത്തുമ്പോൾ മാത്രമേ ഇനി പാൻ വിവരങ്ങൾ ചോദിക്കൂ. ഇത് നേരത്തെ 50,000 രൂപയായിരുന്നു. അതേസമയം ഇൻഷുറൻസ് മേഖലയിൽ നിബന്ധന കർശനമാക്കിയിട്ടുണ്ട്. ഒരു ഇൻഷുറൻസ് കമ്പനിയുമായി അക്കൗണ്ട് അധിഷ്ഠിത ബന്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പാൻ വിവരങ്ങൾ നൽകുന്നത് നിർബന്ധമാക്കും. ജീവനക്കാർക്ക് ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങളുടെ നികുതിയില്ലാത്ത പരിധിയും ഉയർത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ജോലി സമയത്ത് ലഭിക്കുന്ന സൗജന്യ ഭക്ഷണത്തിന്റെ പരിധി ഒരു നേരത്തേക്ക് 50 രൂപയിൽ നിന്ന് 200 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനങ്ങളുടെ നികുതിയില്ലാത്ത പരിധി വർഷത്തിൽ 5,000 രൂപയിൽ നിന്ന് 15,000 രൂപയാക്കി ഉയർത്താനും കരട് ചട്ടത്തിൽ നിർദ്ദേശമുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തുന്നവർ സൂക്ഷിക്കണം. ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഇനി മുതൽ ഇടപാട് വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കൂടാതെ RBIയുടെ ഡിജിറ്റൽ രൂപയെയും ഒരു അംഗീകൃത പേയ്മെന്റ് മോഡായി പുതിയ ചട്ടങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. 2026 ഏപ്രിൽ 1 മുതലാണ് മേൽപ്പറഞ്ഞ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. നിലവിൽ ഇവ കരട് നിർദ്ദേശങ്ങളാണ്. ഫെബ്രുവരി 22 വരെ പൊതുജനങ്ങൾക്ക് ഇതിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാവകാശമുണ്ട്. ആദായ നികുതി നടപടികൾ കൂടുതൽ ലളിതമാക്കാനും വലിയ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് സർക്കാർ ഇതിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടൈം മീഡിയ എന്ന ഈ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക.